അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞങ്ങളിന്ന് കോഴിക്കോടേക്ക് ഒരു യാത്ര പോവുകയാണ്. നമ്മോടൊപ്പം നമ്മുടെ ജ്യോതിഷേട്ടായുണ്ട്, അതുപോലെ തന്നെ ഞങ്ങളുടെ അരമന മാനേജർ ആയിരിക്കുന്ന സിബി അച്ഛൻ, അതോടൊപ്പം തന്നെ നമ്മുടെ ബേസിൽ അച്ഛനും ഈ യാത്രയിൽ നമ്മുടെ ഒപ്പം ഉണ്ട്. അച്ഛന്മാരെ എന്താണ് പറയാനുള്ളത് ഈ യാത്രയെ പറ്റി? കോഴിക്കോട് വേൾഡ് ഫേമസ് അല്ലേ? ബേസിൽ അച്ഛൻ മുതലക്കുളം മൈതാനി, മാനാഞ്ചിറ മൈതാനി, മുതലക്കുളം, മിഠായി തെരുവ്, വർണ്ണിക്കാനാവാത്ത കോഴിക്കോട് അലുവയുടെ രുചി ആർക്കെങ്കിലും മറക്കാൻ പറ്റും. സ്നേഹത്തിന്റെ, കലയുടെ, സാഹോദര്യത്തിന്റെ കോഴിക്കോട്. എല്ലാവർക്കും ഊർജം നൽകുന്ന പേരാണ് കോഴിക്കോട്. കോഴിക്കോടും ബിരിയാണിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? തീർച്ചയായും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കോഴിക്കോടിന്റെ രുചികളിലേക്ക്. നമ്മുടെ ജ്യോതിഷേട്ടായി കാനഡയിൽ നിന്ന് ലീവിന് വന്നതാണ്. അപ്പോൾ കോഴിക്കോടൊക്കെ ഒന്ന് കണ്ട് ബിരിയാണിയൊക്കെ ഒന്ന് കഴിച്ച് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോവുകയാണ്. ജ്യോതിഷേട്ടായി ഹാപ്പിയാണോ? തീർച്ചയായിട്ടും. നമ്മുടെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ അതിവർണ്ണനീയമായ, അതിരുചികരമായ ഭക്ഷണങ്ങൾക്ക് എന്നും പ്രശസ്തിയാർജിച്ച സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വിഭവങ്ങൾ എത്ര കഴിച്ചാലും മതി വരാത്ത, എനിക്ക് തോന്നുന്നു എൻ്റെ ഒത്തിരി ഫ്രണ്ട്സുകൾ മറ്റു ജില്ലകളിൽ നിന്ന് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് കോഴിക്കോട് വന്ന് ഭക്ഷണം കഴിച്ച് രുചി അറിഞ്ഞ് കോഴിക്കോടൻ ഭക്ഷണത്തിന്റെ ആരാധകരായി മാറിയ നമ്മുടെ കോഴിക്കോട്, ആ കോഴിക്കോടാണെന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. കോഴിക്കോട് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളം കണി കണ്ടുകൊണ്ടിരുന്ന നന്മ കോഴിക്കോടിന്റെ മാത്രം പ്രത്യേകത. കോഴിക്കോടൻ മിൽമ ഫാക്ടറി. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളൊരു മിൽമ കോഫി കുടിക്കാൻ പോവാണ്. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. അങ്ങനെ ഗൈസ്, നമ്മുടെ ജ്യോതിഷേട്ടായിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഒരു ജിംബൽ വാങ്ങണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മുടെ കോഴിക്കോടുള്ള ഒരു ക്യാമറ ഷോപ്പിൽ കയറി നമ്മളൊരു ജിംബൽ വാങ്ങി, അതിൻ്റോടൊപ്പമുള്ള മൈക്കും വാങ്ങി. അങ്ങനെ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളുമായി വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഗൈസ്, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ നമ്മുടെ മാനാഞ്ചിറയിലേക്ക് പോവുകയാണ്. കോഴിക്കോട്ടെ വളരെ പ്രസിദ്ധമായ മാനാഞ്ചിറ മൈതാനിയാണ് കാണുന്നത്. വലിയ നല്ല രീതിയിലുള്ള മഴ പെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഇറങ്ങാൻ സാധിക്കുന്നില്ല. പക്ഷേ വളരെ പ്രകൃതി ഭംഗിയുള്ള സുന്ദരമായ കോഴിക്കോടിൻ്റെ ഒരു സിഗ്നേച്ചറായ ഒരു ഹൃദയഭൂമിയായ മാനാഞ്ചിറ മൈതാനിയിലേക്കൂടെ കോഴിക്കോടിന്റെ മറ്റൊരു സവിശേഷതയാണ് മുതലക്കുളം, മാനാഞ്ചിറ മുതലക്കുളം എന്ന് പറയുന്നത്. ഈ കോഴിക്കോട് വരുന്ന ആരും ഈ ഒരു ഭംഗി ആസ്വദിക്കാത്തവരില്ല. ഇതാണ് കോഴിക്കോടിന്റെ ഏറ്റവും. കോഴിക്കോട്ടെ ബിരിയാണി വിളമ്പുന്ന രുചികരമായ പാരഗൺ ഹോട്ടലാണ് കാണുന്നത്. രാഹുൽ ഗാന്ധി കോഴിക്കോട് വന്ന് അനേകം
എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച്. നല്ലൊരു കാലാവസ്ഥയും നല്ലൊരു അന്തരീക്ഷമായിരുന്നു. മഴ മൂടി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഞങ്ങളങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങി. سينرابل بيشينان بيكولان مستبغرينان برخمور شبهولا بولا برو الروح قاديشوم أو ذزليبي الكاس في طانبان فكمن شيهيون ونرشطال دراهمي القرمي كند آني ديمري وراهيم ولن وغرين سليبهم للبشر. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മളൊരു ഹോട്ടലിൽ കയറി സൂപ്പും പൊറോട്ടയും വെജിറ്റബിൾ കറിയൊക്കെയാണ് കഴിച്ചത്. നമുക്ക് നോമ്പായിരുന്നു, അതുകൊണ്ട് തന്നെ വെജ് കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ യാത്രയുടെ വിശേഷം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു ഗൈസ്.